സുഹൃത്തുക്കളെ, സഖാക്കളെ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീമതി ലാലി PM എനിക്കൊന്ന് ഇന്നലെയോ മെനിങ്ങാന്നോ ആണ് ഈ പരിപാടിയുടെ പോസ്റ്റർ ഷെയർ ചെയ്തത്. അപ്പം ഞാനതിൻ്റെ താഴെ പോയി ഒന്ന് രണ്ട് കമൻറ്റുകൾ നോക്കിയപ്പോൾ അതിൽ വളരെ രസകരമായ കമൻറ്റുകൾ കണ്ടു. ഈ പരിപാടിയിൽ ക്രിസംഗിയായ ജിൻഡോ ജോൺ പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്നൊരു കമൻറ്റ്. അതിൻ്റെ താഴെ അദ്ദേഹം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ചില ഭീകരവാദ പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2011 മാർച്ച് തൊട്ട് ഞാൻ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ അവിടെ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നതിലും കൂടുതൽ അതിഭീകരമായ പ്രസ്താവനകൾ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. കടുത്ത വീര്യം കൂടിയ ഇസ്ലാമോഫോബിക് പ്രസ്താവനകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ച ഇസ്ലാം മത വിശ്വാസികളായ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനൊരു അത്ഭുതം കൂടിയാണ്. ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ മാറാൻ കഴിയും? അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളത് അതൊക്കെ വളരെ സിമ്പിളാണ്. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന വംശീയ യുക്തികൾ, വംശീയ ചിന്തകൾ അഥവാ വംശീയതകൾ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറിച്ചെറിഞ്ഞു കളഞ്ഞു. ആ വംശീയ യുക്തിയും വംശീയ ചിന്തയും എന്നിൽ നിന്ന് പോയതോടുകൂടി പിന്നെ എനിക്കിതൊക്കെ വളരെ എളുപ്പമാണ് മാറാൻ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജനുവരി 28 ആലുവയിൽ വെച്ചൊരു പരിപാടി നടന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമപത്രത്തിൽ ഒരു പത്രക്കുറിപ്പ് വരികയും അതോടനുബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി അമീർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു. അതിൽ ഞാനൊരു കമൻ്റ് ഇട്ടിരുന്നു. കാരണം അദ്ദേഹം ഇസ്ലാം ഫോബിയ എന്ന് ഉപയോഗിക്കേണ്ടടുത്ത് ഇസ്ലാം വിരുദ്ധത, ഇസ്ലാം വെറുപ്പ്, ഇസ്ലാം ഭീതി എന്നൊക്കെയാണ്. ഇപ്പം ഞാനതിനെ ചോദ്യം ചെയ്തു. ഇസ്ലാം ഫോബിയ എന്ന് പറയേണ്ടടുത്ത് അങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ വന്ന് എന്നെ വിമർശിച്ചുകൊണ്ടൊരു കമൻ്റ് ഇട്ടു. അപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഞാൻ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ സ്വർഗത്ത് നിന്ന് പറന്നു വന്ന അവതാര പുരുഷനല്ല. അതോടൊപ്പം തന്നെ ഞാൻ ഇസ്ലാം ഫോബിക്കെതിരെ നിരന്തരം എഴുതുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരന്തര തെറികൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ എനിക്ക് അല്ലെങ്കിൽ എന്നോട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അമിതമായ മമതയോ ബാധ്യതയോ തോന്നേണ്ടതില്ല. എന്നെ വിമർശിക്കേണ്ടടുത്ത് കൃത്യമായിട്ട് വിമർശിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം ഞാനൊരു യുക്തിവാദിയാണ്. എൻ്റെ പ്രപഞ്ച വീക്ഷണവും സാമൂഹ്യ വീക്ഷണവും ഒരു വിശ്വാസിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൂടുതൽ കടക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പം യുക്തിവാദ മണ്ഡലത്തിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ചാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഒരു യുക്തിവാദ പ്രവർത്തനത്തിൻ്റെ മുന്നുവാദി എന്ന് പറയുന്നത് പലപ്പോഴും മതങ്ങളെ നമ്മൾ വിമർശിക്കേണ്ടതായിട്ട് വരും. കാര്യം ഒരു യുക്തിവാദിയുടെ ലോജിക്ക്, പ്രപഞ്ച വീക്ഷണം, സാമൂഹ്യ വീക്ഷണം എന്ന് പറയുന്നത് മതവിശ്വാസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന്, ഈ ഹിന്ദുമത വിമർശനം നടത്തി ഹിന്ദുമത വിശ്വാസികൾ ഇസ്ലാമോഫോബിയ കൊണ്ടുവന്ന് ആ മതവിമർശനത്തെ മറികടന്നിട്ടുണ്ട്. അതായത് പക്ഷേ ഇസ്ലാം മത വിമർശനത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് അങ്ങനെ മറികടക്കാൻ പറ്റിയ ഒരു ടൂൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ, കേരളത്തിലെ യുക്തിവാദ മണ്ഡലത്തിലെ മതവിമർശനമെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഇസ്ലാമോഫോബിക്കായി മാറും. കാരണം അവർ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് ഒന്ന് ഗ്രന്ഥപരമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അതെല്ലാം ഏത് തലത്തിൽ എങ്ങനെ വിമർശിച്ചാലും അൾട്ടിമേറ്റ്ലി അത് ഇസ്ലാമോഫോബിക്കായി തന്നെ മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് C. രവിചന്ദ്രനും ശ്രീ മുഹമ്മദ് വേളവുമായിട്ടൊരു ഡിബേറ്റ് നടന്നിരുന്നു. അപ്പോൾ ആ ഡിബേറ്റിൽ ഈ നന്മ ചെയ്യുമ്പോൾ, മുസ്ലിങ്ങൾ നന്മ ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ പൊതു മാനവികതയായി കണക്കാക്കുകയും എന്നാൽ മുസ്ലിം തിന്മ ചെയ്യുമ്പോൾ അതെല്ലാം ഇസ്ലാമിൻ്റെ പ്രശ്നമായിട്ടും കണക്കാക്കും. അപ്പോൾ സ്വാഭാവികമായി ശ്രീ മുഹമ്മദ് വേളം ചോദിച്ചത്, നന്മയെ നിങ്ങൾ പൊതുവാക്കുമ്പോൾ തിന്മയെ മതപരമാക്കുമ്പോൾ നന്മയെയും മതപരമാക്കണ്ടേ? അതിൻ്റെ യുക്തിപരമായ ലോജിക്ക് എന്ന് അദ്ദേഹം അവിടെ ചോദിക്കുന്നുണ്ട്. അതിന് രവിചന്ദ്രൻ കൃത്യമായ മറുപടി പറയാൻ പറ്റൂല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് അവിടെ പൊളിഞ്ഞു വീഴും. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നവനാസ്തികരുടെ ഇസ്ലാമോഫോബിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ തിരിച്ച് ജ്ഞാനോദയ യുക്തിവാദികൾ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ നടപ്പുണ്ട്. അവരും ഇതുപോലെ മതവിമർശനം നടത്തുന്നുണ്ട്. അതായത് നവനാസ്തികരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ മതവിമർശനം നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അവർ നോക്കിയാൽ അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് മുസ്ലിങ്ങളെ വിശ്വസിക്കരുത്, മുസ്ലിങ്ങളെ പ്രണയിക്കരുത്,
അതുപോലെ ഒരു വ്യക്തി ഇസ്ലാമിനോട് എത്രമാത്രം ചേർന്ന് നിന്നാൽ അദ്ദേഹം ഒരു കടുത്ത ഭീകരവാദിയായിരിക്കും. ഇതൊക്കെ തന്നെയല്ലേ നവനാസ്തിരിയൊക്കെ പറയുന്നത്. പിന്നെ അവരും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ അങ്ങനെ ഞാൻ ഈ കേരളത്തിൻ്റെ യുക്തിവാദ മണ്ഡലം എന്ന് പറയുന്നത് വംശീയതയുടെയും വെറുപ്പിൻ്റെയും ഒരു മണ്ഡലമാണ് എന്ന് മനസ്സിലാക്കുകയും ഇന്ന് ഞാൻ കൃത്യമായി ഈ പ്രബല യുക്തിവാദ മണ്ഡലത്തിന് പുറത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ അത് ഈ മുസ്ലിങ്ങളോടുള്ള എൻ്റെ എന്തെങ്കിലും ഔദാര്യമായോ സ്നേഹമോ കൊണ്ടല്ല. കാരണം ഞാൻ അടങ്ങുന്ന ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് പലപ്പോഴും ഇസ്ലാമോഫോബിയ ഇല്ലാതാക്കൊണ്ട് മാത്രമേ പറ്റൂ. കാരണം ഇന്ത്യയിലെ അവർണർ ഹിന്ദുക്കളായിരിക്കുന്നതിൻ്റെ കാരണം ഇസ്ലാമോഫോബിയാണ്. തിയോളജിക്കലി അഥവാ വിശ്വാസപരമായി ഒരിക്കലും ഒരു അവർണൻ എന്ന് പറയുന്നത് ഈ തിയോളജി അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസധാരയ്ക്ക് പുറത്താണ്. പക്ഷേ അവരെ ഹിന്ദുവായി ചേർന്ന് നമ്മൾ ഒന്നിച്ച് നിൽക്കണം. കാരണം നമ്മളെ പുറത്ത് കുറച്ച് ശത്രുക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവർ നമ്മുടെ ശത്രുക്കളല്ല എന്നും സഹോദരനാണ് എന്നും ആ സാഹോദര്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്നും ഉള്ള ഒരു ചിന്ത വരണമെങ്കിൽ ഞങ്ങളിലെ ഉള്ളിൽ ഇസ്ലാമോഫോബിയ ഇല്ലാതാക്കണം. ആ ഒരു ധാരയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമോഫോബിയക്ക് ഒരു എപ്പോൾ പറഞ്ഞു തുടങ്ങുന്നോ അതോടുകൂടി നിങ്ങൾ ഭീകരവാദിയായും ഭീകരവാദിക്ക് കഞ്ഞി വയ്ക്കുന്നവനുമായിട്ട് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെടും. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇതൊരു വലിയൊരു കൊണണ്ട്രമാണ്. കാരണം കേരളീയ യുക്തിവാദ മണ്ഡലത്തിൽ ഞാനാണ് ആദ്യമായി ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഹൗ ടു അൺലേൺ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. എന്നെ പരിപാടിക്ക് ക്ഷണിച്ച സംഘാടകനോട് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ വിഷയമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത വായിലെ പറഞ്ഞത് ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇസ്ലാം ഒരു ഗംഭീര മതമാണെന്നൊന്നും പറഞ്ഞു കളരുതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല, ഇസ്ലാം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, വ്യക്തിപരമായി ഒന്നും അറിയില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് എ ജബ്ബാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, 2 വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു വ്യക്തിയുടെ ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ പകുതി കണ്ട് എനിക്ക് സമാധാനം നഷ്ടപ്പെട്ട് ഞാൻ കാണുന്നത് നിർത്തി. പിന്നെ ഉള്ളത് എൻ്റെ കുറച്ച് ഇസ്ലാം മത വിശ്വാസികളായ സുഹൃത്തുക്കളുമായിട്ടുള്ള ചില സംവാദങ്ങളും ചർച്ചകളും മാത്രമാണ്. ഇതാണ് ഞാനും ഇസ്ലാം മതമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മളിലെ ഉള്ളിലെ ഇസ്ലാമോഫോബിയ തിരിച്ചറിഞ്ഞ് ആ വംശീയ യുക്തിയെ മാറ്റി നിർത്താനും ഇസ്ലാം പഠിക്കുക എന്നുള്ളതൊരു മുൻവാദിയൊന്നുമല്ല. ഇസ്ലാമിനെക്കുറിച്ച് ഒരു ചുക്കും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇസ്ലാമോഫോബിയെ മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും ആ വംശീയ യുക്തിയെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒന്ന് വംശീയ ഉന്മൂലന പദ്ധതിയായിട്ടാണ് നിൽക്കുന്നത്. അതൊരു വംശീയ ഉന്മൂലന പദ്ധതി ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെയുള്ള വംശീയവാദികളൊന്നും ഇതില്ലാതാക്കാൻ പറ്റില്ല. പക്ഷേ ഈ അജ്ഞരായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതായത് അജ്ഞത കൊണ്ട് ഇസ്ലാമോഫോബ് ആയ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമുക്ക് തിരുത്താൻ സാധിക്കും. ആ അജ്ഞതയെ അറിവ് കൊണ്ട് നമുക്ക് ഇതിനെ ഇസ്ലാമോഫോബിയ തിരുത്തി അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രസകരമായ മറ്റൊരു സംഗതി, ഈ എല്ലാ യുക്തിവാദ പരിപാടി നടത്തുമ്പോഴും നമ്മളെല്ലാ യുക്തിവാദികളും പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, സ്ത്രീകൾ വരണമെന്ന്. എന്നാൽ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അവരെ ഒരു മറയ്ക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്ന പോലെ പർദ്ദയ്ക്കുള്ളിലെ മഹാനരകം എന്നൊക്കെ പറഞ്ഞ് കണക്കാക്കുന്ന ആ യുക്തിവാദ മണ്ഡലത്തിലുള്ളതിനെക്കാട്ടിയും ഇരട്ടി സ്ത്രീകൾ ഒരു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യമില്ലാത്തത് ആർക്കാണ്? എന്താണ് ഈ സ്വാതന്ത്ര്യം? എന്താണ് സ്ത്രീ പദവി എന്നുള്ളതും ഈ ചിന്തനീയമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ എത്രയൊക്കെ അറിവ് നമ്മൾ പറഞ്ഞു കൊടുത്താലും ഈ അജ്ഞത കൊണ്ടല്ലാതെ നിൽക്കുന്ന വംശീയത കൊണ്ട് നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ നമുക്കൊരിക്കലും അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇവിടെ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന യുക്തിവാദികൾ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തെളിവ് ആവശ്യമില്ല. അതായത് മുസ്ലിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒരു മതരാഷ്ട്രം ഉണ്ടാകാനാണ്, ഭീകരവാദം നടത്താനാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവ് വെച്ചിട്ടാണോ? ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ട കണക്കുകളെല്ലാം, ഈ കണക്ക് പുറത്തുവിട്ടവരൊക്കെ തന്നെ വിശ്വാസികളായിട്ടുള്ള അവർ വളരെ കൃത്യമായി സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാറ്റ പുറത്തുവിട്ടു. ഈ ഡാറ്റ തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നവർ ഏറ്റെടുക്കുന്നില്ല. മറിച്ച് യാതൊരു തെളിവും വിവരവും വെള്ളിയാഴ്ചയും ബോധവും ഇല്ലാത്ത കുറേ ആൾക്കാർ പുറത്തുവിട്ട കണക്കുകളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. അപ്പോൾ അത് കേവലമായി ഒരു നവനാസ്തിക പ്രശ്നം മാത്രമല്ല കേരളീയ യുക്തിവാദ മണ്ഡലത്തിലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. അത് മാനവിക യുക്തിവാദികളും, കാരണം അവർ മതത്തെ കാണുന്നത് ഒരു വൈറസായിട്ടാണ്. കാരണം നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഈ വൈറസ് നമ്മുടെ തലച്ചോറിൽ വരികയും അങ്ങനെ നമ്മുടെ തലച്ചോറ് ഇൻഫെക്റ്റഡായി നമ്മൾ ഇവിടെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ നടത്തും എന്നുള്ളതാണ് ഈ അടിസ്ഥാന ഇവിടുത്തെ യുക്തിവാദ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മതത്തെ കേവലമായ വൈറസ് മാത്രമായി കാണാൻ പോകും. അപ്പോൾ എങ്ങനെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എനിക്കിവിടെ കൃത്യമായി
കാരണം ഞാൻ ഈ വംശീയ മതത്തെക്കുറിച്ചുള്ള വംശീയ യുക്തിയൊക്കെ പുറത്ത് കളഞ്ഞതോടുകൂടി ഞാനിപ്പോൾ മറ്റൊരു ഫ്രെയിം വർക്കിൻ്റെ പുറത്താണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഇപ്പം മതം ഒരു കേവല ഒരു പുസ്തക രൂപത്തിൽ നിൽക്കുന്ന ഒന്നല്ല. കാരണം മതം വിവിധ സമൂഹങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുക. അത് ഫ്യൂഡൽ വ്യവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്ന പോലെ അല്ല ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ പ്രവർത്തിക്കുക, അതുപോലല്ല ഒരു ലിബറൽ വ്യവസ്ഥയെ പ്രവർത്തിക്കുക, അതുപോലല്ല ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ. അങ്ങനെ വ്യത്യസ്ത രീതികൾ പ്രവർത്തിക്കുന്ന ഒന്നാണ് മതം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ഇന്നതൊക്കെയാണ് മതമെന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു മതവിമർശനമാവില്ല. അത് ആ യുക്തി വംശീയതയുടേതാണ്. ആ വംശീയത തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുദേശ് ചേട്ടനെ പരിചയപ്പെടുകയും അദ്ദേഹവുമായിട്ട് സമ്പർക്കം മൂലമാണ് ഞാൻ ആക്ച്വലി കൂടുതൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരികയും ചെയ്തത്. അപ്പം നമ്മൾ ഈ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വംശീയ യുക്തിയെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇസ്ലാമോഫോബിയെക്കുറിച്ച് നിരന്തരം എഴുതുന്ന, ഞാൻ ഇസ്ലാമോഫോബിക് ആണ് എന്ന് പറയുന്ന യുക്തിവാദികൾ പോലും ഈ വംശീയ യുക്തി തിരിച്ചറിയുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ യൂണിയൻ കണ്ടുപിടിച്ച എന്തോ ഒരു മഹത്തായ പദ്ധതി മാത്രമായിട്ടാണ്. അതായത് ഇസ്ലാമോഫോബിയ എന്നാൽ ആൻറ്റി മുസ്ലിം റേസിസം മാത്രമായിട്ടാണ് അവർ പറയുക. പക്ഷേ ഇവിടെ എന്നാൽ മുസ്ലിമിൻ്റെ സംഘടനത്തെക്കുറിച്ചോ സ്വയം നിർണ്ണയാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അവർക്ക് വലിയ പ്രോബ്ലമാറ്റിക്കാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മനുഷ്യനാകണമെങ്കിൽ മതം വിടണം. അതായത് മനുഷ്യനാവാൻ മതം വിടുക എന്നത് ഒരു പ്രീറിക്വസിറ്റാണ്. അതായത് മതവിശ്വാസികൾ മനുഷ്യരല്ല. മുസ്ലിം എന്ന് വാക്ക് തന്നെ പ്രശ്നമാണ് അവർക്ക്. കാരണം മുസ്ലിം എന്ന് പറയുന്നത് വളരെ പഴഞ്ചനാണ്. അവർ ആധുനികരല്ല, പുരോഗതിയില്ല, ജനാധിപത്യമില്ല. എന്നാൽ അവർ ഇസ്ലാമോഫോബിയെക്കുറിച്ച് ഞാൻ ഇസ്ലാമോഫോബിക്ക് വിരുദ്ധത പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർ ഈ വംശീയ യുക്തിക്കും ഈ വംശീയ ഉന്മൂലന പദ്ധതിക്കും വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ 2021 ശേഷം ഇത്തരം ഈ ഇസ്ലാമോഫോബിയെക്കുറിച്ച് നിരന്തരം എഴുതുകയും പറയുകയും തെറികൾ ഏറ്റുവാങ്ങുകയും യുക്തിവാദ മണ്ഡലത്തിൽ തന്നെ മാറി നിൽക്കുകയും ചെയ്തെങ്കിലും കുറേ ആൾക്കാർ എന്നെ തിരിച്ചറിയുകയും ഇപ്പോൾ ഇസ്ലാമോഫോബിയെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ പലരും അതിൻ്റെ വംശീയ യുക്തി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, അവർ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഈ പലപ്പോഴും ഈ മുസ്ലിങ്ങൾക്ക് ഇതിനായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. കാര്യം എനിക്ക് അല്ലെങ്കിൽ ഒരു അമുസ്ലിമിന് മുസ്ലിങ്ങളോട് തോന്നുന്ന വംശീയത അല്ല ഇസ്ലാമോഫോബിയ. ആ വംശീയതയിലേക്ക് നയിക്കുന്ന അവരുടെ ചിന്തയാണ് ഇസ്ലാമോഫോബിയ. അതുകൊണ്ട് തന്നെ എനിക്കൊരു മുസ്ലിമിനെ കാണുമ്പോൾ പേടി തോന്നുന്നത് ആ പേടിയല്ല ഇസ്ലാമോഫോബിയ. ആ പേടിയിലേക്ക് നയിക്കുന്ന ചിന്ത എന്താണോ അതാണ് ഇസ്ലാമോഫോബിയ എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിയുന്നൊരു കാലം വരിക തന്നെ ചെയ്യും. കാലം മനുഷ്യൻ മുന്നോട്ടാണ് പോകുന്നത്, പുറകോട്ട് ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ ഈ വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ച എൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും എൻ്റെ വിപ്ലവാവധ്യങ്ങൾ. നന്ദി, നമസ്കാരം.